എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 21-ാം ദിവസം. ഓം മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 21. തടിൽ ലേഖ തന്മീം തപനശശി വൈശ്വാനരമയീം നിഷണ്ണാം ക്ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപത്മാടവ്യാം മൃദുതമലമായേന മനസാ മഹാന്തഃ പശ്യന്തോ ദധതി പരമാഹ്ലാദ ലഹരീം. ഒന്നുകൂടെ പറയാം. തടിൽ ലേഖ തന്വീം തപന ശശി വൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാം അപ്യുപരി കമലാനാം തവ കലാം മഹാപത്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തഃ ദധതി പരമാഹ്ലാദ ലഹരീം. അപ്പം ഇവിടെ ശിവൻ്റെയും ശക്തിയുടെയും ആ ശിവശക്തി ഐക്യ മേളനത്തിലുണ്ടാകുന്ന സുഖാനന്ദത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലയോ മഹാത്രിപുര സുന്ദരി, അല്ലയോ ദേവി. ദേവിയെക്കുറിച്ച് പറയുകയാണ്. മിന്നൽക്കൊടി പോലെ അതികൃശയായി തേജോരൂപിണിയായി സൂര്യചന്ദ്രാഗ്നി രൂപയായി മൂലാധാരാദി ഷഡാധാര പത്മങ്ങളുടെയും ഉപരിഭാഗത്തിൽ സഹസ്രദളത്തിൽ സ്ഥിതി ചെയ്യുന്ന നിന്തിരുവടിയുടെ ആ ശിവശക്തി മേളനം ബൈന്ദവീകലയെ നശിപ്പിക്കപ്പെട്ട കാമക്രോധാദികളോടും അജ്ഞാനത്തോടും കൂടിയ മനസ്സുകൊണ്ട് സാക്ഷാത്കരിക്കുന്നവരുമായ മഹാത്മാക്കൾ സർവദാ അളവില്ലാത്ത സുഖാനന്ദ പരമ്പരയെ അനുഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ദേവി എങ്ങനെയുള്ളതാണ്? അല്ലയോ മഹാത്രിപുരസുന്ദരി, മിന്നൽക്കൊടി പോലെ സൂക്ഷ്മമായും തേജോരൂപമായും ക്ഷണകാന്തിയോടും കൂടിയതായതുമായ ദേവി. മിന്നൽക്കൊടി പോലെയാണ്, അതികൃശയാണ്, അതീവ തേജോരൂപിണിയാണ്, പ്രകാശരൂപിണിയാണ്. അതുപോലെ സൂര്യ ചന്ദ്ര അഗ്നി രൂപിണിയാണ്. മൂലാധാരാദി ഷഡാധാര പത്മങ്ങളുടെയും ഉപരിഭാഗത്തിൽ സഹസ്രദള കമലത്തിൽ സ്ഥിതി ചെയ്യുന്ന നിന്തിരുവടിയുടെ ശിവശക്തി മേളനമായ ആ ബിന്ദുവിനെ, ആ ബൈന്ദവീ കലയെ നശിപ്പിക്കപ്പെട്ട കാമക്രോധാദികളോട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? കാമക്രോധാദികളെയൊക്കെ നശിപ്പിക്കണം. അതായത് യമനിയമാദികളൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിയമങ്ങൾ അറിയണം. ആദ്യം യമങ്ങൾ എന്താ? നിയമം അറിയണം, നിയമങ്ങൾ അറിയണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റുകയുള്ളൂ? ഈ ബൈന്ദവീ കലയെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. നശിപ്പിക്കപ്പെട്ട കാമക്രോധാദികൾ. അപ്പോൾ ഇവിടെ നമുക്ക് നശിപ്പിക്കപ്പെടേണ്ട എന്തൊക്കെയാണ്? കാമം, ക്രോധം, അജ്ഞാനം. ഇതൊക്കെ നശിച്ച അങ്ങനെയൊക്കെ അതൊന്നും ഇല്ലാത്ത, അതായത് കാമക്രോധാദികളില്ലാത്ത ജ്ഞാനത്തോടു കൂടിയ മനസ്സുകൊണ്ട് സാക്ഷാത്കരിക്കുന്നവരായ മഹാത്മാക്കൾ സർവദാ അളവില്ലാത്ത സുഖാനന്ദ പരമ്പരയെ അനുഭവിക്കുന്നു. അപ്പോൾ എന്താണ്? നമ്മുടെ മനസ്സിലെ ഈ യമനിയമങ്ങൾ എന്ന് പറയുമ്പോൾ യമനിയമങ്ങൾ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇതെല്ലാമാണ് യമനിയമങ്ങൾ. അപ്പോൾ നിയമങ്ങളെന്ന് പറയുന്നത് ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര സാക്ഷാത്കാരം, ഇവയെല്ലാം ഉണ്ട്. ഇതെല്ലാം കിട്ടണമെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. മനസ്സിൽ ഇതൊന്നും പാടില്ല. നമുക്ക് യമനിയമങ്ങൾ എന്താണെന്നറിയണം. അത് നമ്മൾ പാലിക്കപ്പെടേണ്ടതാണ്. എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിൽ നിന്നും കളയേണ്ടത്, ആ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം നീക്കി ആ മഹാത്രിപുര സുന്ദരിയെ മിന്നൽക്കൊടി പോലെ, അതുപോലെ കൃഷയായ, അതുപോലെ തന്നെ തേജോരൂപിണിയായ
ആ ദേവി മൂലാധാരാദി ഷടാധാര പത്മങ്ങളുടെ ഉപരിഭാഗത്തിൽ സഹസ്രദള കമലത്തിൽ ഇരിക്കുന്ന ദേവിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ നിയമങ്ങളും പാലിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് പരിശുദ്ധമാകണം. അങ്ങനെയുള്ള ഒരു സാധകന് മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? ശിവശക്തി മേളനത്തിലുണ്ടാകുന്ന ശിവശക്തി മേളനമായ ആ പരമാനന്ദത്തെ, ആ സുഖാനന്ദ പരമ്പരയെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഈ മഹാത്രിപുര സുന്ദരിയെ മനസ്സ് അങ്ങേയറ്റം എന്താ പറയുന്നത്, മാലിന്യ വിമുക്തമാക്കി, യാതൊരു തരത്തിലുള്ള മാലിന്യം ഇല്ലാതാക്കി, മനസ്സിൽ ദേവിയുടെ ആ ഒരു രൂപം മാത്രം മനസ്സിലാക്കി, ദേവിയിൽ മാത്രം നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കി, ആ ദേവിയിൽ മാത്രം നമ്മുടെ മനസ്സർപ്പിച്ച് എന്താ പറയുന്നത്, മൂലാധാരത്തിൽ നിന്ന് സഹസ്രദള പത്മം വരെ എത്തണമെങ്കിൽ അതിന് നമ്മൾ കടന്നു പോകേണ്ട ആ ഷടാധാര പത്മങ്ങളുടെയും ഉപരിഭാഗത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. ആ ദേവിയെ മനസ്സുകൊണ്ട് നമ്മൾ മനസ്സിലെ മാലിന്യമെല്ലാം നീക്കി കാണുമ്പോൾ മാത്രമേ ആ ശിവശക്തി മേളനത്തിലെ ആ നിത്യമായ ആനന്ദം, ആ സുഖാനന്ദം നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. തടില്ലേഖാ തന്വീം തപനശശി വൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്പിവരി കമലാനാം തവകലാം മഹാപത്മാടവ്യാം മൃദുതമലമായേന മനസ്സ മഹാന്ത പശ്യന്തോ ദധതി പരമാഹ്ലാദലഹരിയും. അപ്പം അമ്മയുടെ മഹാത്രിപുര സുന്ദരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.